ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ കണ്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അലൂമിനിയം സ്മെൽറ്ററിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മുന്നിൽ കണ്ടോ റെയിൽവേ ട്രാക്ക് പോലെ കുറേ ട്യൂബ്സ് ഇങ്ങനെ പോണത് ഇരുമ്പിൻ്റെ. അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. സത്യത്തിൽ ട്രീ ഓഫ് ലൈഫ് കാണാൻ പോയപ്പോൾ ഞാനും കുറേ അധികം എക്സൈറ്റഡ് ആയിരുന്നു. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് ഇതെൻ്റെ ശ്രദ്ധയിൽ പെട്ടത് കേട്ടോ. ഈ ഇൻഡസ്ട്രിയൽ ഏരിയാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ സ്ഥലത്തൂടെയും നമുക്ക് ഈ ട്യൂബ്സ് ഇങ്ങനെ പോണത് കാണാം. അപ്പോൾ അതെന്താണ് നിങ്ങൾക്ക് കാണാമല്ലോ, ദൂരത്തുനിന്ന് നോക്കുമ്പം എന്താണ് ഈ ട്യൂബ്സ് ഇങ്ങനെ പോണതെന്നുള്ളതായിരുന്നു കേട്ടോ എൻ്റെ കൺഫ്യൂഷൻ. ഞാനിങ്ങനെ കുറേ ആലോചിച്ചു എന്താണാവോ എന്നുള്ളത്. അതിനുള്ള ഉത്തരം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ലിയറായി. അത് മറ്റൊന്നുമല്ല കേട്ടോ, ക്രൂഡ് ഓയിൽ ഉണ്ടല്ലോ, നമ്മുടെ പെട്രോളിയം, അത് സെപ്പറേറ്റേഴ്സിലേക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ട്യൂബ്സാണ് നമ്മൾ ഈ ദൂരത്തുനിന്ന് കാണുന്ന ട്യൂബ്സ് കേട്ടോ. അപ്പോൾ ക്രൂഡ് ഓയിൽ എന്താ, മില്യൺസ് ഓഫ് ഇയേഴ്സ് മുന്നേയുള്ള ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഇൻസെക്ട്സിൻ്റെയും ഒക്കെ റെമനൻസ്, അവരുടെ ഡെപ്പോസിറ്റ്സ് മണ്ണിനടിയിൽ റോക്സും സാൻഡും ഒക്കെ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വർഷങ്ങൾ കഴിയുമ്പം കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടന്ന് അതൊരു ഒരു ഓയിൽ പരുവത്തിൽ ഒരു സെഡിമെൻ്റായിട്ട് അവിടെ കിടക്കും. അപ്പോൾ അതിനെ നമ്മൾ ഒരു പൈപ്പ് ഉപയോഗിച്ച്, വളരെ സിമ്പിളായിട്ട് പറയുന്ന കാര്യം കേട്ടോ, പൈപ്പ് ഉപയോഗിച്ച് നമ്മൾ ഹൈ പ്രഷർ കൊടുത്ത് മുകളിലേക്ക് സക്ഷൻ ചെയ്ത് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചുമ്മാ പോയി അങ്ങ് കുഴിക്കാൻ പറ്റില്ലല്ലോ, ചുമ്മാ പോയി നോക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് ജിയോളജിസ്റ്റ് പോയിട്ട് സീസ്മിക് സർവേ നടത്തും. അങ്ങനെ നടത്തി നമ്മുടെ നാട്ടിലൊക്കെ കിണറിന് സ്ഥാനം കാണത്തില്ലേ, അതുപോലെ ഓയിൽ വെൽസിൻ്റെ സ്ഥാനം നോക്കി, അതൊരു ഗാംബ്ലിങ് പോലെയാണ്, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി. അങ്ങനെ അവർ വെൽസിന് ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് നോഡിങ് ഡോങ്കി എന്ന് പറയുന്ന റെസിപ്രോക്കേറ്റിംഗ് പമ്പുണ്ട് കേട്ടോ, പമ്പ്സ്. അവർ പോയിട്ട് ഈ പിക്ചറിൽ കാണുന്ന സംഭവമാണ് നമ്മുടെ നോഡിങ് ഡോങ്കി. ഈ നോഡിങ് ഡോങ്കി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഓയിൽ ഫീൽഡ്സിൽ പോയിട്ട് താഴോട്ട് മണ്ണിനടിയിലേക്ക് ഡീപ്ലി പെനിട്രേറ്റ് ചെയ്ത ട്യൂബ്സ് ഉണ്ട്, പെനിട്രേറ്റിംഗ് ട്യൂബ്സ് ഉണ്ട്. അപ്പോൾ പോയിട്ട് താഴേക്ക് പോയിട്ട് ഹൈ പ്രഷർ കൊടുത്ത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പ്രോസസ്സാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീപ്പായിട്ട് പറയുന്നില്ല. ഹൈ പ്രഷറിൽ മണ്ണിനടിയിൽ നിന്ന് ക്രൂഡ് ഓയിൽ മുകളിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ വലിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽസിനെ ക്യാരി ചെയ്ത് റിസർവോയറിലേക്ക് പോയിട്ട് അത് സെപ്പറേറ്റ് ചെയ്ത് എന്തായിട്ട് ഗ്യാസായിട്ടും ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പെട്രോൾ, ഡീസൽ, ഗ്യാസലിൻ, അങ്ങനെ പല ഡിഫറെൻറ്റ് ഫോംസായിട്ട് അതിനെ വേർതിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ഇത്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് നോഡിങ് ഡോങ്കിയാണ്. അപ്പം ഈ നോഡിങ് ഡോങ്കി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഈ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ക്രൂഡ് ഓയിലിനെ മണ്ണിനടിയിൽ നിന്ന് സക്ഷൻ ചെയ്ത് എടുക്കുകയാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഉപയോഗിച്ച്. ഈ ഒരു പ്രോസസ്സ് എന്തുകൊണ്ടാണ് ഇതിനൊരു നോഡിങ് ഡോങ്കി എന്ന് പറയുന്നതെന്ന് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു മൂവ്മെൻറ്റാണ്, ഈ ഒരു ഡോങ്കിനെ പോലെയുള്ള ഒരു മൂവ്മെൻറ്റ് കാരണം ഈ ഒരു എക്യുപ്മെൻറ്റിന് അങ്ങനെ ഒരു പേര്. കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ കളക്ട് ചെയ്തിട്ട് ഈ ട്യൂബിലേക്കാണ് വരുന്നത്. ഈ ട്യൂബ് വഴി മുന്നോട്ട്, ഈ ട്യൂബ് കണ്ടോ, ഈ ട്യൂബ് വഴി കളക്ട് ചെയ്തിട്ട് ദൂരെ അങ്ങ്, എനിക്ക് തോന്നുന്നു ഒരുപാട് ദൂരെയാണെന്ന് തോന്നുന്നു, ഒത്തിരി ഏരിയാസ് ഇങ്ങനെ തന്നെയാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഈ ട്യൂബാണ് നമ്മളവിടെ ദൂരത്തുനിന്ന് കണ്ടുകൊണ്ടിരുന്നത്. റെയിൽവേ ട്രാക്കാന്നൊക്കെ കേട്ടോ എന്നെപ്പോലെയുള്ള ആൾക്കാരൊക്കെ ആദ്യം ചിന്തിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതുപോലെയുള്ളതിലേക്ക് സെപ്പറേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ ട്യൂബ്. അപ്പോൾ പുതിയൊരു കാര്യം നിങ്ങൾ പഠിച്ചില്ലേ, ഒരുപാട് ദൂരെ കണ്ടോ പ്ലാന്റ്സും കാര്യങ്ങളും. ഇതുപോലെ നോഡിങ് ഡോങ്കീസ് ഒരുപാടുണ്ട് കേട്ടോ. ഈ ഏക്കർ കണക്കിന് ഏരിയാസിൽ സ്പ്രെഡായിട്ട് മൾട്ടിപ്പിൾ നോഡിങ് ഡോങ്കീസ് ഉണ്ട്. ഇവിടെ നിന്നൊക്കെ ഓയിൽസ് കിട്ടുന്നുണ്ട്. ഇവർ ആദ്യം ഓയിൽസ് ഒറ്റയടിക്ക് പോയി നേരെ കുഴിച്ചെടുക്കുമെന്നല്ല കേട്ടോ, ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അത് ലാബിൽ കുറച്ച് സാമ്പിൾ ക്രൂഡ് ഓയിൽ കളക്ട് ചെയ്ത് അത് പ്രോപ്പർ ഓയിലാണോ എന്നൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നോക്കി, അത് വർക്കിംഗ് എഫിഷ്യൻസിയൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റാണോ നോക്കിയിട്ടൊക്കെയാണ് അവർ എന്താ പറയുക ഫൈനലായിട്ട് ഈ ഒരു ലാർജ് ക്വാണ്ടിറ്റി മൈനിങ് പ്രോസസ്സിലേക്ക് നടത്തുക കേട്ടോ. ബഹ്റൈനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 63,886 ബാരൽസ് പെർ ഡേ ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട് കേട്ടോ. അത് വേൾഡിലെ തന്നെ 59th പൊസിഷനുമാണ്.
അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഫ്ലെയിം കണ്ടോ? അതെന്താണെന്ന് വെച്ചാൽ തീ പോലെ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റിസർവോയറിൽ നിന്ന് പോയിട്ട് സെപ്പറേഷൻ നടത്തി ഗ്യാസ് സെപ്പറേറ്റ് ചെയ്യുമ്പം റിലീസ് ചെയ്യുന്ന ഗ്യാസ് അറ്റ്മോസ്ഫിയറുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലെയിമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ മെക്കാനിസവും ഈ പ്രോസസ്സൊക്കെ പഠിക്കാൻ ഞാൻ വളരെ ക്യൂരിയസ് ആൻഡ് ഇൻട്രസ്റ്റഡ് പേഴ്സൺ ആണ് കേട്ടോ. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ ഓയിൽ മൈനിങ്ങും ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ഷനൊക്കെ പഠിച്ചതൊക്കെ ഇപ്പോൾ ഓർമ്മ വരികയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ നേരമായി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇനി ഈ ക്രൂഡ് ഓയിൽ മൈനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, കൂടുതൽ ടെക്നിക്കൽ സൈഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ മെൻഷൻ ചെയ്യട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.